നമസ്കാരം. കേരളം എന്നിലൂടെ എന്ന പഠനപോഷണ പരിപാടി ഇന്ന് 25-ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുന്നു. എന്നാൽ നമുക്കിന്ന് കേരളത്തിലെ ആയോധന കലകളെ പരിചയപ്പെട്ടാലോ? കേരളം സ്വാഭാവിക സൗന്ദര്യത്തിലുപരി വ്യത്യസ്തവും സമൃദ്ധവുമായ സംസ്കാരത്തിന് പേരുകേട്ട സംസ്ഥാനമാണ്. കേരളത്തിൻ്റെ സംസ്കാരത്തിൻ്റെ പ്രധാന ഘടകമാണ് അതിൻ്റെ കലാരൂപങ്ങളായ ആയോധന കലകൾ. കേരളത്തിൻ്റെ പൗരാണിക ചരിത്രം, സംസ്കാരം, നാഗരികത എന്നിവയുടെ ഭാഗമാകുന്ന ആയിരക്കണക്കിന് വർഷങ്ങളുടെ സാരമാണ് ഈ കലകളിൽ പ്രതിഫലിക്കുന്നത്. ശാരീരികവും മാനസികവുമായ പോരാട്ടമുറകൾ സ്വായത്തമാക്കുന്ന കലയാണ് ആയോധന കല അല്ലെങ്കിൽ പോരാട്ടകല. എല്ലാ ആയോധന കലകളുടെയും മാതാവെന്ന് പലപ്പോഴും വാഴ്ത്തപ്പെടുന്ന കളരിപ്പയറ്റ് കേരളത്തിൽ ഉദ്ഭവിച്ച ഒരു പുരാതന ഇന്ത്യൻ ആയോധന കലയാണ്. ഇത് കേവലം ഒരു ശാരീരിക പരിശീലനം മാത്രമല്ല, മാനസിക അച്ചടക്കത്തിൻ്റെയും ആത്മീയ വളർച്ചയുടെയും വിവിധ വശങ്ങളെ ഉൾക്കൊള്ളുന്നു. നൂറ്റാണ്ടുകളായി കളരിപ്പയറ്റ് വ്യത്യസ്തമായ പ്രാദേശിക ശൈലികളായി പരിണമിച്ചു. ഓരോന്നിനും അതിൻ്റേതായ സാങ്കേതികതകളും തത്വചിന്തകളും സാംസ്കാരിക സ്വാധീനവുമുണ്ട്. മറ്റുള്ള എല്ലാ മാർഷ്യൽ ആർട്സുകളും കളരിപ്പയറ്റിൽ നിന്നോ പ്രത്യക്ഷമായോ പരോക്ഷമായോ അതിൻ്റെ സ്വാധീനത്തിൽ നിന്നോ ഉണ്ടായതാണ്. കളരിപ്പയറ്റിൽ പൊതുവായി അംഗീകരിക്കപ്പെട്ട കുറച്ച് പ്രധാന ശൈലികളുണ്ട്. വടക്കൻ ശൈലി, തെക്കൻ ശൈലി, മധ്യ കേരള ശൈലി, കടത്തനാടൻ എന്നിവയാണവ. വടക്കൻ ശൈലി. വടക്കൻ ശൈലി എന്നറിയപ്പെടുന്ന വടക്കൻ കളരിപ്പയറ്റ് പ്രാഥമികമായി കേരളത്തിൻ്റെ വടക്കൻ പ്രദേശങ്ങളിൽ നിന്നുള്ളതാണ്. ശക്തമായ സ്ട്രൈക്കുകൾ, ഡൈനാമിക് ഫുട്വർക്ക്, ആക്രോബാറ്റിക് ചലനങ്ങൾ എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നതാണ് ഇതിൻ്റെ സവിശേഷത. ഈ ശൈലി പലപ്പോഴും വലിയ ശരീരചലനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കൂടാതെ വാളുകൾ, കുന്തങ്ങൾ, പരിചകൾ എന്നിവ പോലുള്ള വിപുലമായ ആയുധങ്ങൾ ഉപയോഗിക്കുന്നു. വടക്കൻ പ്രാക്ടീഷണർമാർ അവരുടെ സാങ്കേതികതകളിൽ ശക്തി, ചടുലത, കൃത്യത എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. തെക്കൻ ശൈലി. തെക്കൻ കളരിപ്പയറ്റ് അഥവാ തെക്കൻ ശൈലി കേരളത്തിൻ്റെ തെക്കൻ ഭാഗത്താണ് ഉത്ഭവിക്കുന്നത്. ദ്രവത്വം, കൃപ, സങ്കീർണമായ ചലനങ്ങൾ എന്നിവയ്ക്ക് ഇത് പ്രശസ്തമാണ്. വടക്കൻ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി തെക്കൻ കളരിപ്പയറ്റ് വഴക്കം, ഒഴിഞ്ഞുമാറൽ, സൂക്ഷ്മമായ വിദ്യകൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നു. ഈ ശൈലിയുടെ പരിശീലകർ അവരുടെ പരിശീലനത്തിൽ വിപുലമായ നൃത്തവും താളാത്മക പാറ്റേണുകളും ഉൾക്കൊള്ളിക്കുന്നു. ഇതൊരു ആയോധന കലയും പ്രകടന കലയുമാകുന്നു. തെക്കൻ കളരിപ്പയറ്റ് ശാരീരിക പരിശീലനത്തോടൊപ്പം ആന്തരിക ഊർജ കൃഷി, ശ്വസന നിയന്ത്രണം, ധ്യാനം എന്നിവയ്ക്ക് ശക്തമായ ഊന്നൽ നൽകുന്നു. മധ്യ കേരള ശൈലി. വടക്കൻ തെക്കൻ പാരമ്പര്യങ്ങളുടെ സമന്വയമാണ് മധ്യ കേരള ശൈലി എന്നറിയപ്പെടുന്ന മധ്യ കേരള കളരിപ്പയറ്റ്. ഇത് കേരളത്തിൻ്റെ മധ്യപ്രദേശങ്ങളിൽ നിന്ന് ഉയർന്നു വന്നു വടക്കൻ, തെക്കൻ ശൈലികളിൽ നിന്നുള്ള ഘടകങ്ങളെ സമന്വയിപ്പിക്കുന്നു. ഈ ഹൈബ്രിഡ് സമീപനം പ്രാക്ടീഷണർമാർക്ക് കളരിപ്പയറ്റ് സങ്കേതങ്ങളെക്കുറിച്ച് സമഗ്രമായ ധാരണ നൽകുന്നു. അത് ശക്തിയും മിടുക്കും ഉൾക്കൊള്ളുന്നു. മധ്യ കേരളത്തിലെ പരിശീലകർ സന്തുലിതാവസ്ഥ, പൊരുത്തപ്പെടൽ, യുദ്ധസാഹചര്യങ്ങളിൽ വൈദഗ്ധ്യം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഈ ശൈലിയിലുള്ള പരിശീലനത്തിൽ ശക്തി പരിശീലനം, വഴക്കമുള്ള വ്യായാമങ്ങൾ, ആയുധ പരിശീലനം എന്നിവയുടെ സമതുലിതമായ സംയോജനം ഉൾപ്പെടുന്നു. കടത്തനാടൻ. കടത്തനാടൻ കളരിപ്പയറ്റ് കേരളത്തിലെ വനപ്രദേശങ്ങളിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. അവിടെ യോദ്ധാക്കൾ ദുർഘടമായ ഭൂപ്രദേശത്തിനും ഇടതൂർന്ന സസ്യജാലങ്ങൾക്കും ഇടയിൽ തങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്തി. ചടുലത, രഹസ്യ സ്വഭാവം, മെച്ചപ്പെടുത്തൽ എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നതാണ് ഈ ശൈലിയുടെ സവിശേഷത. കളരിപ്പയറ്റ് പോലെ മറ്റ് ചില ആയോധന കലകളാണ് വേളക്കണ്ണി, പരിചകളി, ഞാണിന്മേൽ കളി അഥവാ കുണ്ടേരു, വാലേരു, ഓണത്തുള്ളൽ. വേളക്കണ്ണി. വേളക്കണ്ണിയുടെ ഉത്ഭവം തിരുവിതാംകൂർ പ്രദേശത്താണ്. കുരുക്ഷേത്ര യുദ്ധത്തിൽ പാണ്ഡവരും കൗരവരും ആചരിച്ചിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു. ഈ ആയോധന കലയിൽ കഠിനമായ ശാരീരിക പരിശീലനവും ആയുധം ഉപയോഗിക്കുന്ന പരിശീലനവും ഉൾപ്പെടുന്നു. ഇന്നത്തെ കാലത്ത് അമ്പലപ്പുഴ, ചേർത്തല, തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിലെ ഉത്സവകാലത്താണ് വേളക്കണ്ണി അവതരിപ്പിക്കുന്നത്. പരിചകളി. ഇത് മഹാഭാരത കാലത്തെ പരാമർശമൊഴികെ വേളക്കണ്ണിയോട് സാമ്യമുള്ളതാണ്. വടക്കേ മലബാറിലാണ് പരിചകളിയുടെ ഉത്ഭവം. ഞാണിന്മേൽ കളി അഥവാ കുണ്ടേരു. കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങളിൽ ഇത് രണ്ട് ആയോധന
കലാരൂപങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നു. ഞാണിന്മേൽ കളിയിൽ ഇറുകിയ കയറിൽ നടക്കുന്നതാണ് വാലേരു. യുദ്ധത്തിനായി വാളുകളുടെ അത്യധികം വൈദഗ്ധ്യം പ്രകടമാക്കുന്നു. ഓണത്തുള്ളൽ. ഇക്കാലത്ത് ഇത് ഓണക്കാലത്താണ് നടക്കുന്നത്. ആയുധങ്ങൾ ഉപയോഗിക്കാതെയാണ് ഈ ആയോധന കലാരൂപം അവതരിപ്പിക്കുന്നത്. നന്ദി. മറ്റൊരു വിഷയവുമായി പിന്നൊരിക്കൽ കണ്ടുമുട്ടാം.